ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ദിവസമായിട്ടോ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ ഇന്നൊരു ഈവനിങ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള റൊട്ടീൻസിലേക്ക്, അപ്പോൾ നമുക്ക് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ഓരോരോ ജോലികളായിട്ട് ചെയ്തു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇവിടെ ചായ കുടിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ, ബാക്കിയുള്ളവരൊന്നും ചായ കുടിക്കില്ല. അപ്പോൾ ചിലർ മോനും ഹസ്ബൻഡും കാപ്പിയാണ് കുടിക്കുക, അപ്പോൾ മോനും ചെറിയ ആളും ബൂസ്റ്റാണ് കുടിക്കുക. അപ്പോൾ എനിക്ക് മാത്രമായിട്ടാട്ടോ ചായ വെക്കാറുള്ള എപ്പോഴും. അപ്പോൾ ഓരോരുത്തരും ഓരോ സമയത്തൊക്കെ ആയിരിക്കും കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഇട്ടതിന് ശേഷം ചായയൊക്കെ ഇരുന്നൊന്ന് കുടിച്ച് മെല്ലെ റിലാക്സ് ചെയ്ത് കുടിച്ചതിന് ശേഷം പിന്നെ ഓരോ ജോലികളിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ എൻ്റെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കലും വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി ഈവനിങ് റൊട്ടീനിലോട്ടൊക്കെ കിടക്കുന്നത്. ആദ്യം അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഞാൻ ഫുഡ് കൊടുക്കും. അല്ലാച്ച എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ച് വയറ് നിറയ്ക്കുകയാണെങ്കിൽ അവർ ഫുഡ് കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണമേ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. എന്താ കുറച്ച് ഒന്നധികം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചതേപോലെ കൊണ്ടുവരുന്ന പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് കുറച്ച് ഫുഡ് എന്തായാലും അവർക്ക് വയറ് നിറയ്ക്കും. എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കണക്കായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ബിസ്ക്കറ്റും മുറുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ അതെടുത്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ കഴിക്കാറില്ല, ഞാൻ ചായ കുടിക്കും. അപ്പോൾ അവർ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നത് വെച്ചാൽ നമുക്കപ്പോൾ കുഴപ്പമില്ലല്ലോ. അതല്ലാതെ സ്നാക്സ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ തുണി മടക്കിയിട്ടില്ലെങ്കിൽ അത് സോഫയിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വലിച്ചിട്ട് ആകെ ഇതാക്കും കേട്ടോ പിള്ളേർ. അപ്പോൾ അതിന് ശേഷം തുണി മടക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തുണിയൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ തുണി മടക്കിയതിന് ശേഷം പിന്നെ ഒന്ന് അടിച്ച് വരിക, പിന്നെ പിള്ളേരുടെ യൂണിഫോംസൊക്കെ ഒന്നുണ്ടെങ്കിൽ അലക്കാനിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഫസ്റ്റ് ചെയ്യുക. തുണി മടക്കാൻ അധികം വൈകിട്ടത്തേന് ഞാൻ വെക്കാറില്ല. ഇന്ന് ഞാൻ തുണി മടക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഉണങ്ങാൻ ഇടുമ്പോൾ തന്നെ ഞാൻ കൈയോടെ തുണികളൊക്കെ മടക്കി വെക്കാറാണ്. അപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തുണി മടക്കലും അലക്കാനുള്ളതൊക്കെ ഇടലും ഫുഡ് കൊടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേയധികം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുണ്ടായത്. അപ്പോൾ അത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ കുറച്ച് അങ്ങനെ വെച്ച് കേടുവരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാങ്ങാക്കറി ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സീസണിൽ കുറേ മാങ്ങകളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് കേടുവരുത്തി കളയാതെ ഇങ്ങനെ മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാനിതാട്ടോ മാങ്ങക്കറിയിലേക്കുള്ള മാങ്ങകളൊക്കെ നുറുക്കി വയ്ക്കുകയാണ്. കുറച്ച് ഒരു 2 മാങ്ങ തോലോടി കുറച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ തോലെടുത്തിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കടുകും കരിവേപ്പിലയും ഇട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറാവണ സമയത്ത് നമ്മൾ ഈ നുറുക്കി വെച്ച മാങ്ങയും കൂടി അതിലോട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ മാങ്ങക്കറിക്ക് ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, ഒരു മധുരമുള്ള ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങക്കറി. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ മാങ്ങയിൽ ഒരുപാട് എരിവിട്ടിട്ടല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കത് അത്ര ഹെൽത്തിന് നല്ലതല്ല നമ്മൾ അച്ചാറിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതിൽ ഒരുപാട് എരിവും ഇല്ല, എന്നാൽ നല്ല കഴിക്കാൻ ടേസ്റ്റ് നമുക്ക് മാങ്ങ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് എരിവ് കൊടുക്കാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മാങ്ങക്കറി. അപ്പോൾ അവർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കൂടി കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അവർ നല്ലോണം മാങ്ങ മുളക് കൂട്ടി കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മാങ്ങ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ഈ മുളകും ഉപ്പും കൂടി ചേർത്തിട്ട് അവർ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് മുളകൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മുളകിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ട് നന്നായി മുളക് മൂത്ത് വരുന്ന സമയത്താണ് നമ്മൾ ആ മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം, ഒരു രണ്ടച്ച് വെല്ലവും കൂടി ഇട്ടിട്ട് നമ്മളൊരു 2 വിസിൽ വെച്ചെടുക്കണം കേട്ടോ കുക്കറിൽ. അപ്പോഴാണ് ഈ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ആ വെന്ത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇട്ടിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ രുചിയും കൂടി ഈ മാങ്ങയിലോട്ട് ഇറങ്ങിയിട്ട് നല്ല രുചിയായിരിക്കും ഈ മാങ്ങക്കറി കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ മുളകിലിട്ടിട്ട് മാങ്ങയൊക്കെ ഒന്ന് നന്നായി വഴഞ്ഞ് വന്നിട്ട് ഞാൻ അതിലോട്ട് ഒരച്ച് വെല്ലും ഒരു 2 പീസ് വെല്ലം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ പുളി കുറവുള്ള മാങ്ങയെ നമുക്ക് ഒരച്ച് വെല്ലം തന്നെ മതിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ 3-4 മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് ഈ വെല്ലം തന്നെ നല്ല രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ വെല്ലവും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുമ്പോഴായിട്ടത് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കുക. ഒരു ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കതൊരു 2 വിസിൽ കുക്കറിൽ വെച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ മാങ്ങക്കറിയൊക്കെ 2 വിസിൽ കൊടുത്ത് ഞാൻ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങക്കറി ഇതപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് വേണ്ട, പക്ഷേ അതിലത്തെ വെള്ളത്തിൻ്റെയും മാങ്ങയിലത്തെ വെള്ളവും കൂടി ആയിട്ട് കുറച്ച് നല്ല ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആ വെള്ളത്തിൻ്റെ ടേസ്റ്റും ആ പുളി, നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ കഴിക്കില്ലേ, ഏകദേശം ആ ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഇഞ്ചിപ്പുള്ളി ടേസ്റ്റ് അല്ലേനും അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നന്നായിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രുചിയുള്ള മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തെ ജോലികളൊക്കെ ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ടെറസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാനും വിത്തിട്ട് കൊടുക്കാനൊക്കെ ഉള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടെറസിൽ പോയിട്ട് ചെടികളിലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. ചെടികളൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസണിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മഴ വരുമ്പോഴത്തേനും ചെടികളൊക്കെ ഒന്ന് പാകമായിട്ട് നമുക്ക് നല്ല കൃഷി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ടെറസിൽ പച്ചമുളക്, തക്കാളി, വഴുതനങ്ങ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുരിങ്ങ മരവും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പഴയ ടാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ മുരിങ്ങ വെച്ചത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ എനിക്ക് 2-3 സീസണായിട്ട് കുറേ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെടിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒക്കെ വിത്തിട്ട് കൊടുക്കുക എന്നൊക്കെ പണികളൊക്കെ നടക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വഴുതനങ്ങ വിത്ത് ഞാൻ നേരത്തെ പാകിയതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വഴുതനങ്ങ വിത്തൊക്കെ ഒന്ന് പാകി കൊടുക്കണം കേട്ടോ. അപ്പോൾ മഴ വരുമ്പോഴത്തേനും നമ്മൾ വിത്തൊക്കെ ഇട്ടിട്ട് ആ ചെടിയൊക്കെ ഒന്ന്
ഒത്തിരി വലുതാവുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ചെടികളൊക്കെ വളർന്നോളും. അപ്പോൾ മഴ പെയ്തിട്ടാണ് നമ്മൾ വിത്തിട്ട് കൊടുക്കണതെന്ന് വെച്ചാൽ, പക്ഷെ അത് ആ വിത്ത് മഴ നനഞ്ഞിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്നും മുളച്ച് വരില്ല. അപ്പോൾ ഞാൻ മഴ വരുമ്പോഴത്തേന് മുമ്പാണ് വിത്തൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിത്തൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ 2 നേരം നനച്ച് കൊടുക്കുകയാണെങ്കിൽ മഴയൊക്കെ ആവണ സമയമാകുമ്പോഴത്തേനും നമുക്കൊന്ന് ചെടികളൊക്കെ ഒന്ന് നന്നായി കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെടികൾ നന്നായി വളരുകയും ചെയ്യും. കുറച്ച് വഴുതനങ്ങ വിത്തും കുറച്ച് പയറും കുറച്ച് വെണ്ടയ്ക്കൊക്കെ വിത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാകി കൊടുക്കുന്നുണ്ട്. ആ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ടെറസിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്തൊക്കെ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഒരു 3-4-5 വർഷമായി ടെറസിൽ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ആദ്യമൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. നമുക്ക് മണ്ണിൻ്റെ ബുദ്ധിമുട്ട്, മേലോട്ട് ഇങ്ങനെ മണ്ണെടുക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളിലും ചെറിയ ചെറിയ ഗ്രോ ബാഗിലൊക്കെ 2-3-4 എണ്ണമൊക്കെ വെച്ചിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടെറസിൽ ഒരു ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരാളെ വിട്ടിട്ട് മണ്ണൊക്കെ ഇട്ട് മേലെ എത്തിച്ചിട്ട് ശേഷമാണ് കേട്ടോ അങ്ങനെ ടെറസ് ഗാർഡനൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ കരിവേപ്പില ഞാൻ 2-3 പ്രാവശ്യം വെച്ചിട്ട് എനിക്ക് കിളിർത്ത് വന്നിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതപ്പോൾ വെച്ചിട്ട് കരിവേപ്പിലൊക്കെ നന്നായിട്ട് കിളിർത്ത് വന്നിട്ട്, ഇപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങാറില്ല. എപ്പോഴും നമുക്ക് ഡെയിലി ഉള്ള ആവശ്യത്തിനൊക്കെ ഞാൻ ആ ചെടിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ കരിവേപ്പില പൂരി എടുക്കാറ്. അപ്പോൾ ഫ്രഷ് കരിവേപ്പിലയും കിട്ടും. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന കരിവേപ്പിലയിൽ ഏറ്റവും നമ്മൾ പച്ചക്കറിയിൽ വിഷം തെളിക്കുന്നത് ഈ കരിവേപ്പിലയിലാണെന്നാണ് കേട്ടോ പറയുന്നത്. കരിവേപ്പില എന്താ വെച്ചാൽ വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ അത്രയും കീടനാശിനി തെളിച്ചിട്ടാണ് നമുക്ക് കരിവേപ്പില നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പം നമ്മളെല്ലാവരും കരിവേപ്പില കുറച്ച് വാടിയിട്ടുണ്ടെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ വേണ്ടാന്ന് പറയുമല്ലേ പച്ചക്കറി കടയിൽ. അപ്പോൾ അതങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കീടനാശിനി ഈ കരിവേപ്പില ചെടിയിൽ തെളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കരിവേപ്പില ചെടിയും നമുക്ക് അത്യാവശ്യം നമ്മളെക്കൊണ്ട് സാധിക്കുന്ന പോലെ പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് അത്രയും വിഷാംശം ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കാം കേട്ടോ. അതുപോലെ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മുല്ലപ്പൂ ഞാൻ ചെടിയിൽ നിറയെ മുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ മുട്ട് പറഞ്ഞാൽ ഞാൻ കോർത്തിട്ട് ഒരു 1/2 മുളത്തോളമൊക്കെ കെട്ടിയിട്ട് ഒരു ചെറിയ ചെടിയിൽ നിന്നാണ് ഇത്രയും മുല്ലപ്പൂ എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഓരോ ചെടികളൊക്കെ നട്ട് വളർത്താൻ ശ്രമിക്കുക കേട്ടോ. എന്തപ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവ ചീര കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ വെറുതെ ഉള്ള ആ ഉലുവ കുറച്ചിങ്ങനെ പാകിയിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് ചീര വരും കേട്ടോ. ഞാനിത് ഈ വിത്തൊക്കെ ഇട്ടതൊക്കെ ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അടുത്ത വീഡിയോസിൽ. അപ്പോൾ ഒരു വഴുതനങ്ങയൊക്കെ എനിക്ക് എങ്ങനെയും 1 കിലോളം ഈ ചെടിയിൽ നിന്ന് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നാടൻ വഴുതനങ്ങ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്നതിൽ ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോസ് കാണിക്കാം. അപ്പോൾ ഞാനിത് ഇതിൽ കാണിച്ചിട്ടില്ല. ഞാനന്ന് വഴുതനങ്ങ എടുത്ത സമയത്ത് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങക്കായും കുറേ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാവർക്കും മുരിങ്ങക്കായ കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇത് ടെറസിലാണോ എന്ന് ഇങ്ങനെ എല്ലാവരും ചോദിച്ചു കേട്ടോ മുരിങ്ങക്കായ. അപ്പോൾ അത് വൈകുന്നേരം ആയിട്ടുണ്ട്, സന്ധ്യ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോണത് കാണാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഒരു നല്ല കാറ്റും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ടെറസത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് താഴോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മോന് വന്നിട്ടൊന്ന് ടെറസല്ല ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചളിയായി പോണത്. ടാങ്കിൽ എത്ര കഴുകിയാലും ചളി നിറയാറുണ്ട് കേട്ടോ. ഈ മലമ്പുഴ വെള്ളം അതിൽ കയറാറുണ്ട്, കിണർ വെള്ളവും കയറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം അഴുക്ക് പറ്റാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ടില്ലെങ്കിൽ നിറയെ അഴുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അവിടുന്ന് പറിച്ച കോവയ്ക്കായിരുന്നു കേട്ടോ, അത് ചെടിയിൽ നിന്ന് പറിച്ച കോവയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ 3-4 എണ്ണം ഡെയിലി നിറയെ കിട്ടിയില്ലെങ്കിലും ഒരു 3-4 എണ്ണം ആകുമ്പോൾ ഞാൻ പറിച്ച് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഉപ്പേരി വയ്ക്കുക ചെയ്യാറ് കോവയ്ക്കൊക്കെ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ദോശമാവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടിഫിൻ ഉണ്ടാക്കാൻ രാത്രി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വെച്ച ചോറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തക്കാളിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ എന്താ ഉച്ചയ്ക്കത്തെ വെച്ച ചോറുണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ ഞാൻ തക്കാളിച്ചോറ് ഉണ്ടാക്കുന്നത്. അതാ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കടുകും കരിവേപ്പിൻ്റെ ഇല, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പോ അല്ലെങ്കിൽ സാദാ പരിപ്പ് അതൊക്കെ ഒന്ന് ഇട്ട് താളിച്ചതിന് ശേഷം വെളിയുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായി 2 എണ്ണം അരിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും
ഉപ്പും അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറാണെങ്കിലും നമ്മൾ അപ്പം വെച്ച ചോറാണെങ്കിലൊക്കെ തക്കാളി ചോറ് ഉണ്ടാക്കാൻ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ പിള്ളേർ പെറുക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പെറുക്കി മാറ്റി വയ്ക്കും. ഉള്ളിയൊന്നും വായിൽ പെടാൻ പറ്റാതെ. ചെറിയ ആൾ പ്രത്യേകിച്ചാണ് കേട്ടോ, ഉള്ളി വിടാൻ പാടില്ല, തക്കാളി വിടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ പെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചേർത്തത്. ഇല്ലെങ്കിൽ ഞാൻ അരിഞ്ഞിട്ട് തന്നെയാണ് ചേർക്കാറ്. അപ്പോൾ ശരി അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അരച്ചത് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് തക്കാളിയും കൂടി, ഒരു തക്കാളി ഇല്ലെങ്കിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം അതുകൂടി ഒന്ന് അരച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വരട്ടെ. അതിനപ്പോഴേക്കും നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് 3-4 പച്ചമുളകും കൂടി ഇടുക. പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ച തക്കാളിയും കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകണം കേട്ടോ, എന്നാലാണ് ആ രുചി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പച്ചമണം പോകുന്നതിന് മുമ്പ് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ രുചി കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായി വഴണ്ടി അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ ചോറ് നന്നായി ഉടഞ്ഞ ചോറ് ഇതിൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചോറൊക്കെ ആണെങ്കിൽ ഒന്ന് ആറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ കിടക്കുമല്ലോ, അപ്പോൾ നന്നായിട്ടുണ്ടാകും. അല്ലാതെ നമ്മൾ അപ്പം തന്നെ വെച്ച ചോറ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചോറിനേക്കാൾ കുറച്ച് വേവ് കമ്മിയായിട്ട് നമ്മൾ വാറ്റുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴാണ് തക്കാളി ചോറ് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ പൊന്നിയരിയിലായാലും നന്നായിരിക്കും, ഉണ്ട മസൂരി അരിയാണെങ്കിലും നന്നായിരിക്കും കേട്ടോ. നമുക്ക് മട്ടരിയിൽ തക്കാളി ചോറ് ഉണ്ടാക്കാൻ നന്നായിട്ടുണ്ടാവില്ല, ഈ 2 അരിയിൽ നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ബിരിയാണി റൈസിലും ഒക്കെ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ മട്ടരി ചോറിൽ തക്കാളി ചോറ് ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ പൊന്നിയരിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പൊന്നിയരിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നന്നായിട്ട് വഴണ്ടിയതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും കേട്ടോ. നമുക്കിത് പപ്പടമോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എന്തിനോടാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തക്കാളി ചോറ് കറി വേറെ ഉപ്പേരി ഒന്നും വേണമെന്നില്ല. അപ്പോൾ തക്കാളി ചോറൊക്കെ നമുക്ക് ബാക്കിയാവുന്ന സമയത്ത് വെറുതെ കളയാണ്ട് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറ് വെറുതെ കളയും വേണ്ട, കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ തക്കാളി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം മുതൽ രാത്രി വരെ ഞാൻ ചെയ്ത ജോലികളാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുതിയ യൂട്യൂബറാണ്, അതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.